നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ രോഹിത്തിനോട് അലീന ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും നാളും അലീന മറച്ചു വെച്ചു. ഇപ്പൊ അലീനയ്ക്ക് തോന്നി അതങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, സത്യങ്ങളൊക്കെ രോഹിത്തിനോട് വിളിച്ചു പറയണമെന്ന്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഒടുവില് മണിശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മണിശങ്കർ ആ കാര്യം പറയണത്, നാളെ ബൈജാൻ്റെ ഡിസ്ചാർജ് ആകുവാന്ന്. ഡിസ്ചാർജായി ഇങ്ങോട്ടേക്ക് വരുമോയെന്നറിയില്ല അങ്കളെ. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, മിക്കവാറും അവിടേക്കായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ്റെ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, നല്ല കാര്യം, അവളുടെ തിരുമോന്ത കണ്ട വരത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത ചോദിച്ചു, അല്ല അപ്പൊ അമ്മ അത് തീരുമാനിച്ചോന്ന് ചോദിച്ചു. അങ്ങനെയാ ആന്റി പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ മക്കളെ വിളിക്കുമായിരിക്കും, രോഹിത്തിനെ ഭവിതയൊക്കെ വിളിക്കുമായിരിക്കും കൂടെ ചെല്ലാനായിട്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, ശരിയാ, അതിനുള്ള ചാൻസ് ഉണ്ട്. അല്ല ഭവിതേ, അമ്മ വിളിച്ചാൽ നീ പോകുന്നില്ലേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛാ ഞാൻ, അതെ എന്നെ നോക്കിയും കണ്ടിവിടെ ആരും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ഇവിടെ അമ്മയുടെ അടുത്ത് പോകണേ അമ്മയുടെ അടുത്ത് പോവാം, അച്ഛൻ്റെ അടുത്ത് നിൽക്കണേ അച്ഛൻ്റെ അടുത്ത് നിൽക്കാം, ഞാൻ ഒന്നിനെ ആരും നിർബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഭവിതയ്ക്ക് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. അച്ഛൻ്റെ മുന്നിൽ വെച്ച് എന്ത് പറയും, അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ട് ഭവിതയൊന്നും മിണ്ടിയില്ല. ആ സമയം മനു പറഞ്ഞു, അതെ അത് മാത്രമല്ല വൈജാന്റിയും ഡിവോഴ്സിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, കൊടുക്കട്ടെ, അതിനെന്താ, അവൾ ഡിവോഴ്സിന് കൊടുക്കട്ടെ, കോടതിയെ വെച്ച് കാണണം, കണ്ടു കഴിഞ്ഞിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. ഭവിത ഉള്ളതുകൊണ്ട് പിന്നെ ബാലേന്ദ്രൻ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരുന്നേ. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ ചോദിച്ചു, അല്ല നീ ഇതെവിടെയായിരുന്നു? ഞാൻ കുറച്ച് സമയമല്ല വന്നിട്ട്. അയ്യോ മനുവേട്ട, ഞാൻ അടുക്കള കുറച്ച് തിരക്കിട്ട പണിയിലായിരുന്നു. മനുവേട്ടനെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട ഇപ്പം എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നേ, പിന്നെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും മനു പറഞ്ഞു, ഒരു വലിയ വിശേഷമുണ്ട്, നാളെ വൈജാൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. നാളെയോ? ആ നാളെ ഡിസ്ചാർജ് ആവും, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമോയെന്നറിയില്ല. പിന്നെ എങ്ങോട്ടാ പോന്നേ? ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, മിക്കവാറും അവിടേക്കായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. അലീന പറഞ്ഞു, അപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അതെ. ഭവിത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരില്ല എന്നാ പറഞ്ഞേ. രണ്ടിലൊരാളെ ഈ വീട്ടിൽ കാണുവോളെന്ന്. അത് ഞാൻ ഇടയ്ക്ക് പോയപ്പം എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം പിന്നെ അമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. മനുശങ്കർ പറഞ്ഞു, അത് ആൻറ്റിയുടെ അഹങ്കാരമാണ് കാണിക്കുന്നത്. ആൻറ്റി ആരെ തോൽപ്പിക്കാനാണ് പോകുന്നത്? അതുകൊണ്ട് ആൻറ്റിക്ക് എന്ത് നേട്ടമുള്ളത്? ഒരു നേട്ടമില്ല. ആൻറ്റി തന്നെയാണ് ഒന്നും അല്ലാതായി തീരുന്നത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, പോട്ടാ മനുവേട്ട, മാഡം ഇങ്ങോട്ടേക്ക് വരുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ എന്നല്ലേ പറഞ്ഞേ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാം. ഞാൻ ഇവിടെ ഉള്ളതാണല്ലോ മാഡത്തിൻ്റെ പ്രശ്നം. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാഡത്തിന് പിന്നെ ഇങ്ങോട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. മനുശങ്കർ പറഞ്ഞു, കൊള്ളാം, ഇതായപ്പോൾ നന്നായത്. നീ ഇവിടുന്ന് പോയതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവുമോ? ഇല്ല. അങ്കിള് പഴയതുപോലെ തന്നെ വൈജയൻ്റെയെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ആൻറ്റി വീണ്ടും വന്നിട്ട് പഴയതുപടി തന്നെയായിരിക്കും. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അതിന് വേറെ ജോലിക്കാരിയെ കിട്ടുമല്ലോ. കൊള്ളാം. വേറെ ജോലിക്കാരി വന്ന് എത്ര ദിവസം ഈ വീട്ടിൽ നിൽക്കും? നിന്റെ അമ്മയല്ലേ ആള്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഭവിതേ, എത്ര ജോലിക്കാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്? ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു മാസം തികച്ച് ആരെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടോ? നിന്റെ അമ്മയുടെ അടുത്ത് ഏതെങ്കിലും സ്ത്രീകൾ ഒന്ന് പിടിച്ചു നിൽക്കുമെന്ന് ചോദിച്ചു. അതുപോലെയല്ല നാക്കിൻ്റെ നീളം. അല്ല അത് പിന്നെ മനുവേട്ട കൂടുതലൊന്നും പറയണ്ട. ദേ അലീന, നീ ഈ വീട് വിട്ട് പോകാൻ നോക്കണ്ട, അതെന്താളും നടക്കത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എങ്ങാനും അമ്മ ഇനി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അത് പ്രശ്നമായിരിക്കും. താൻ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അമ്മയോടൊന്നും പോകാൻ പാടില്ല. പിന്നീട് മനുവിനോട് അലീന ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനുവേട്ട എങ്ങനെയെങ്കിലും മാഡത്തിനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാൻ നോക്കണം. ഒരു കാരണവശാലും വാടക വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല. നോക്കട്ടെ, നാളെ മിക്കവാറും വെല്ലിച്ചനൊക്കെ വരുന്നുണ്ട്. വെല്ലിച്ചനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറയാം. സംസാരിച്ച് കഴിയുമ്പം ആൻറ്റിക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടായില്ല, ആൻറ്റി ഇങ്ങോട്ട് വരട്ടെ. അല്ലാതെ പിന്നെ നമുക്ക് നിർബന്ധിച്ച് കയ്യെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ലല്ലോ. ആൻറ്റി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റിയുടെ കഷ്ടകാലം എന്ന് ഞാൻ പറയുള്ളൂ. കൂടുതൽ എനിക്കൊന്നും പറയാനൊന്നുമില്ലെന്ന് മനു പറയാണ്.
ഈ സമയത്ത് വൈജിക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേഴ്സ് വൈജി മുറിയിലേക്ക് കൊണ്ടുവരുവാണ്. പിന്നീട് ചിപ്പ എങ്ങനെയുണ്ട്? ഇപ്പം നല്ല ഭേദമുണ്ട് സിസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പം കൈക്കൊക്കെ സ്വാധീനക്കുറവുണ്ടായിരുന്നു, അത്ര ഇതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ കൈക്കിങ്ങനെ മുറുക്കിങ്ങനെ പിടിക്കാനൊക്കെ തുടങ്ങി. ഓരോ വസ്തുക്കളൊക്കെ എടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ച് നോക്കുകയാണ് നേഴ്സ്. കുഴപ്പമില്ല, കൈക്ക് ബലമൊക്കെ കിട്ടുന്നുണ്ട്. വൈജിക്ക് ഭയങ്കര സമാധാനവും സന്തോഷമായി, രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വൈജിയെ കാണാനായിട്ട് ബ്രോക്കറും അതുപോലെ തന്നെ വീടിൻ്റെ ഓണറും കൂടെ വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വൈജി പറഞ്ഞു ഞാൻ ഡിസ്ചാർജ് ആകുക. അത് കേട്ടപ്പം അയാൾ പറഞ്ഞു വീടിൻ്റെ കീ ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ അറിയാലോ അഡ്വാൻസും പേയ്മെൻറ്റും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞേ. അതൊക്കെ എനിക്ക് മനസ്സിലായി, അഡ്വാൻസ് ഒക്കെ ഞാൻ തന്നേക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഫുള്ള് ഫർണിഷ്ഡ് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാലോ. ഒടുവിൽ വീടിൻ്റെ കീ കൊടുത്തു വൈജയുടെ കയ്യിലേക്ക്. വൈജയ്ക്ക് ഭയങ്കര സമാധാനവും സന്തോഷമായി. കാരണം താൻ നാളെ പോകുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ മതി എന്നൊരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജ കീ അങ്ങോട്ട് മുറുക്കെ പിടിക്കുകയാണ്. താനൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുകയാണ്. അങ്ങനെ തന്നെ തോൽപ്പിക്കാൻ ആരും വിചാരിക്കേണ്ട എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ. ഈ സമയത്ത് നല്ല പനിയായിരുന്നു രോഹിത്തിന്. രോഹിത്ത് പനിച്ച് വിറച്ച് കിടക്കുക. അലീനെ 1-2 വട്ടം വന്നെങ്കിലും രോഹിത്താണെങ്കിലോ അലീനെ അടുപ്പിക്കാൻ പോലും കൂട്ടാക്കില്ല. ഒടുവിൽ അലീനെ വന്നിട്ട് രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്തെ ഒന്നെങ്കിൽ മരുന്ന് എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നനച്ച് നെറ്റിക്കിടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ഓടിക്കാൻ നോക്കുകയാണ് രോഹിത്ത്. പക്ഷെ അലീനെ വിട്ടുകൊടുത്തില്ല. ഈ സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ വന്നപ്പോൾ അലീന രോഹിത്തിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടു. പെട്ടെന്ന് കൃഷ്ണമോൾ അവിടെ നിന്നു, അകത്തേക്ക് കയറിയില്ല. കൃഷ്ണമോൾക്ക് ശരിക്കും സങ്കടം വന്നു. അലീന ചേച്ചി എത്ര പാവമായിട്ടാ. അലീന ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊന്നും നോക്കത്തില്ല. ഭാബിതേച്ച് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. രോഗത്തേണ്ട പനിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായിക ഉണ്ടോ, കഴിച്ചോ കുടിച്ചോ എന്നൊന്നും പോലും ചിന്തിക്കുന്ന പോലില്ല. എന്നിട്ട് അലീന ചേച്ചി മാത്രം പാവം എത്ര വട്ടം പ്ലേറ്റൊക്കെ എടുത്തെറിഞ്ഞു. എന്നിട്ട് അതൊന്നും കണക്കൂട്ടാതെ വീണ്ടും വീണ്ടും വന്ന് രോഹിത്തേണ്ണെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണമോൾക്ക് കണ്ണ് നിറഞ്ഞുപോയി. ഈ സമയത്ത് അലീന രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്തെ നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ അതിനെന്തേലും ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചുക്ക് കാപ്പി വെച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു നെറ്റിയുടെ തുണി നനച്ചിടാന്നൊക്കെ പറഞ്ഞിട്ടും രോഹിത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അലീനയ്ക്ക് സങ്കടമായി. അലീന പറഞ്ഞു, എന്തിനാ നീ എന്നോട് വാശി പിടിക്കണേ? ഞാൻ നിന്റെ പെങ്ങളല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ നിന്റെ പെങ്ങളാ, നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, DNA ടെസ്റ്റ് പോയി നടത്തി നോക്കിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി രോഹിത്ത് അലീനെ നോക്കണം. ഇത് കേട്ടോണ്ട് പുറത്ത് നിന്ന് കൃഷ്ണമോള് വരെ ഞെട്ടിപ്പോയി. കൃഷ്ണമോള് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അലീന ഇങ്ങനെ വെട്ടി തുറന്നു പറയുന്ന. അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നോണ്ടാ അലീന ആ കാര്യം പറയണത്. എന്താ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. രോഹിത്തിനാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാൻ നിന്റെ സഹോദരി തന്നെയാ, പിന്നെ നീ എന്തിനാ എന്നെ വെറുക്കുന്നത്? നിന്നെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല, നിന്നെ എനിക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ രോഹിത്ത് ഒന്നും മിണ്ടിയില്ല. അലീന പോയി നെറ്റിയെ തുണിയൊക്കെ കൊണ്ട് നനച്ചിട്ടു. അതിനുശേഷം ഒരു ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. രോഹിത്ത് ഒന്നും മിണ്ടാതെ അതൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യണം. അലീനയ്ക്ക് ഓരോ അത്ഭുതം തോന്നി. പെട്ടെന്നാണ് രോഹിത്തിന് മാറ്റം ഉണ്ടായത്. ഒരുപക്ഷെ അവൻ ഇനിയിപ്പം തോന്നിക്കാണുമോ താൻ എൻ്റെ സഹോദരി എന്ന് തോന്നിക്കാണോ, താൻ പറഞ്ഞാൽ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വരുവാണ്. കൃഷ്ണമോൾ വന്നിട്ട് രോഹത്തിൻ്റെ അരികിലിരുന്നു. ആ കയ്യിലേക്ക് പിടിച്ചു. രോഹത്തേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാൻ അലീന ചേച്ചിയൊക്കെ ഉണ്ട്. അലീന ചേച്ചി പാവാ, രോഹിത്തേട്ടൻ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അലീന ചേച്ചി രോഹിത്തേട്ടൻ്റെ ചേച്ചി തന്നെയാന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.